അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 13-ാമത്തെ പാഠം അദ്ദർസു സാലിസ അശറ അൽ ഇഖ്ലാബ്. ദുരിയതം ബഅ്ളുഹാ മിൻ ബഅ്ളി ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ ഹിക്മത്തും ബാലിഗത്തും ഫമാ തുഗ്നിൻ നുദുർ വവുജൂഹുൻ യൗമഇദിൻ ബാസിറ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ വല്ലാഹു അൻബതകും മിനൽ അർളി നബാതാ ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്. മുകളിൽ കൊടുത്ത ചില സാക്കിനായ നൂനിനെയും തെൻവീനിനെയും ശ്രദ്ധിച്ചില്ലേ? ഇവിടെയൊക്കെ ഒരു ചെറിയ മീം നൽകിയിട്ടുണ്ട്. നൂൻ, മിൻ ബഅദി, മന്നം ബഅദു, ഹിക്മത്തും ബാലിഗത്തുൻ, യൗമിഇദിൻ ബിബനീഹ്. സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തെൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഇതാണ് ഇഖ്ലാബ്. ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നതിനായി മുസ്ഹഫിൽ മീം എന്ന അടയാളം പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാലിസ അശറ അൽ ഇഖ്ലാബ്. നുൻഷിദു, നമുക്ക് പാട്ട് പാടാം. ഇഖ്ലാബെന്തെന്നറിയില്ലേ, ഇതിനുള്ളത് ബാ എന്നല്ലേ, നൂനും തൻവീൻ പിറകിൽ ബാ വന്നാലിവ മീമാവില്ലേ. രണ്ടാമത്തെ വർക്ക് നക്തശിഫുൽ മവാദിഅ അൽ ഇഖ്ലാബി മിനൽ ആയാത്തിൽ ആത്തിയ. ശേഷം പറയുന്ന ആയത്തിൽ നിന്ന് ഇഖ്ലാബിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തുക. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽവാലിമീൻ. അബദൻ ബിമാ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജയ്നാ അല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്നാ അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സഖൂൻ. അവിടെ ബിഅദാബിൻ ബഈസിൻ ബിമാ قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അവിടെ അംബിഉഹും അംബഅഹും രണ്ടിടത്തുമുണ്ട്. ഇനി അടുത്തത് നുജീബ്, ഉത്തരം എഴുതുക. ഒന്ന്, ഇഖ്ലാബ് എന്നാൽ എന്ത്? സാക്കിനായ നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തെൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഇതാണ് ഇഖ്ലാബ്. ഇനി രണ്ട്, ഇഖ്ലാബിൻ്റെ അർഫ് ഏത്? ബാ. മൂന്ന്, സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത് 2 ഉദാഹരണങ്ങൾ എഴുതുക. മിൻ ബഅദി അംബതകും. ഇനി തെൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് 2 ഉദാഹരണം എഴുതുക. ഹിക്മത്തും ബാലിഗത്തുൻ, യൗമിഇദിൻ ബിബനീഹ്. ഇനി പാഠത്തിൽ കൊടുത്ത ആയത്തുകളിൽ ഇഖ്ലാബ് ചെയ്യേണ്ട എത്ര സ്ഥലങ്ങളുണ്ട്? ഉത്തരം 10. ഇനി നക്തു മിസാലൻ, ഉദാഹരണം എഴുതുക. ലികുല്ലി മിനൽ ആത്തിയ, ശേഷം പറയുന്നതിന് ഓരോന്നിനും ഉദാഹരണം എഴുതുക. 1, ഇൽഹാർ, അൻ അൻദിർ നൂഹന്നില. 2, ഇദാം ബിഗുന്ന, അൻ യദ്രിബ ഫീഹി ളുലുമാത്തുൻ വറഅദ്. 3, ഇദാം ബിലാഗുന്ന, അൻ ലൻ തഖൂല നസാഅത്തൽ ലിശവ. 4, അൽ ഇഖ്ലാബ്, അംബിയാ അല്ലാഹ് യൗമിഇദിൻ ബിആസിറ. ഇനി നസ്ലു ചേരുമ്പോൾ ചേർക്കുക. ഇഖ്ലാബ് ഡി ആണ് ഉത്തരം, മീമാക്കി ഉന്നത്ത് ചെയ്യുക. 2, ഇൽഹാർ ആണ് ഉത്തരം, വെളിവാക്കൽ. ഇദാം ബിഗുന്ന ബി, ഉന്നത്തോടു കൂടി ഇദാം ചെയ്യൽ. ഇദാം ബിലാഗുന്ന സി, ഉന്നത്ത് ഇല്ലാതെ ഇദാം ചെയ്യുക. ഇനി തഖ്സീസ് കാണാം. സൂറത്തുൽ നൂഹ്, സൂറത്തുൽ ജിന്ന് ഓതുക. അതിൽ നിന്ന് ഇദാം ബിഗുന്ന, ഇദാം ബിലാഗുന്ന, ഇഖ്ലാബ് ഇവയുടെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് ആ കള്ളിയിൽ നിങ്ങൾ എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.